തുടങ്ങി 4 സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ചുമതലയാണ്. മലയാള ഭാഷ അത്ര ഫ്ലുവൻ്റ് അല്ല എങ്കിലും ഇംഗ്ലീഷിൽ വേണ്ട മലയാളത്തിൽ പ്രസംഗിക്കാൻ പറയുകയാണ്. ദയവായി ശ്രമിക്കാം. യോഗാധ്യക്ഷൻ ശ്രീ പീറ്റർ മാലിപ്പറമ്പിൽ, ആരാധ്യനായ KPCC പ്രസിഡന്റ് ശ്രീ VM സുധീരൻ, അഡ്വക്കേറ്റ് ടോമി കല്ലാനി DCC പ്രസിഡന്റ്, ശ്രീ MA ജോണിൻ്റെ സഹധർമ്മിണി ലൂസി ചേച്ചി, KPCC സെക്രട്ടറി ഷാനവാസ് ഖാൻ, അഡ്വക്കേറ്റ് ടി ജോസഫ് KPCC മെമ്പർ, ശ്രീ PM മാത്യു ex-MLA, ശ്രീ ജാൻസ് കുന്നപ്പള്ളി DCC ജനറൽ സെക്രട്ടറി, ഡോക്ടർ KM ബെന്നി KPCC വിചാർ വിഭാഗ് ജില്ലാ ചെയർമാൻ, ശ്രീ ജേക്കബ് പാംബ്ലാനി വൈസ് ചെയർമാൻ വിചാർ വിഭാഗ് ജില്ലാ കമ്മിറ്റി, ശ്രീ ഇമ്മാനുവൽ നിതിരി ജനറൽ സെക്രട്ടറി വിചാർ വിഭാഗ് ജില്ലാ കമ്മിറ്റി, ശ്രീ VM പോൾ പ്രസിഡന്റ് കടത്തുരുത്തി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി, ഡോക്ടർ CJ ജോസഫ് പ്രസിഡന്റ് ഉഴവൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി, ശ്രീ AK ചന്ദ്രമോഹൻ പ്രസിഡന്റ് പാല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി, ശ്രീ കുര്യൻ കട്ടക്കയം പ്രസിഡന്റ് ബരങ്ങാനം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി, ശ്രീമതി ലീലാമ തോമസ് വിചാർ വിഭാഗ് കടത്തുരുത്തി നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി, വേദിയിലെയും സദസ്സിലെയും മറ്റ് നേതാക്കന്മാരെ, എൻ്റെ സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, എൻ്റെ ഭാഷ മലയാളം ഭാഷ എനിക്കറിയാം, എഴുതാനും വായിക്കാനും അറിയാമെങ്കിലും നമ്മുടെ ആരാധ്യനായ KPCC പ്രസിഡന്റും മറ്റ് നേതാക്കന്മാരും പ്രസംഗിക്കുന്ന പോലെ അത്ര ഫ്ലുവൻ്റ് അല്ല. എന്നാലും ഞാൻ എൻ്റെ മാക്സിമം, എൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കുന്നതാണ്. ആദ്യം തന്നെ ഈ പരിപാടി ഓർഗനൈസ് ചെയ്ത KPCC വിചാർ വിഭാഗിൻ്റെ കടത്തുരുത്തി പാല നിയോജക മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾക്ക് ഞാൻ എൻ്റെ അഭിനന്ദനം അറിയിക്കുന്നു. ഈ ഒരു പരിപാടി ഓർഗനൈസ് ചെയ്തതിലും എന്നെ ഈ പരിപാടിയെ ക്ഷണിച്ചതിനും, ഈ ശ്രീ MA ജോൺ എന്ന ആദർശധീരനായ വ്യക്തിത്വത്തെക്കുറിച്ച് അനുസ്മരിക്കുന്ന യോഗത്തിൽ എന്നെ ക്ഷണിച്ചതിനും, മറ്റൊരു ആദർശധീരനായ ശ്രീ VM സുധീരൻ ജിയോടൊപ്പം വേദി പങ്കിടുന്നതിനും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീ MA ജോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭരണത്തിൻ്റെ യാതൊരു തലങ്ങളിലും എത്തിപ്പെടാത്ത ഒരു വ്യക്തിത്വമായിരുന്നെങ്കിലും, യാതൊരു വിശേഷണം ഇല്ലായിരുന്നെങ്കിലും അദ്ദേഹത്തെ കേരളം അറിയും. കാരണം അദ്ദേഹം പാർട്ടിയിലും സമൂഹത്തിലും ഒരു വേറിട്ട ശബ്ദം തന്നെയായിരുന്നു. അഴിമതിയുടെ കറ പുരളാത്ത ഖദർ വസ്ത്രം ധരിച്ച അപൂർവം വ്യക്തിത്വങ്ങളിലൊരാൾ. 1960 1970 കാലഘട്ടങ്ങളിൽ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ഒരു യുവജനത്തിൻ്റെ മുന്നേറ്റം അദ്ദേഹത്തിന് തുടങ്ങുവാൻ സാധിച്ചു. KSUവിൻ്റെ സ്ഥാപക നേതാവായിരുന്നു അദ്ദേഹം. 1950കളിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അടിവേരുകൾ ഒഴുകുന്ന ഒരു കാലഘട്ടത്തിൽ 1957 KSU എന്ന് ഇന്ന് പടർന്ന് പന്തലിച്ച ഒരു മഹാപ്രസ്ഥാനത്തിന് അദ്ദേഹം ശ്രീ വയലാർജിയോടൊപ്പം ചേർന്ന് KSUവിന് രൂപം നൽകി. അദ്ദേഹത്തിൻ്റെ പ്രസംഗ പാഠവും അദ്ദേഹത്തിൻ്റെ കൂർമ്മ ബുദ്ധിയും അന്നത്തെ വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും ഒരു വലിയ ഹരം തന്നെയായിരുന്നു. 1961 ശേഷം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ യൂത്ത് കോൺഗ്രസിലേക്ക് തിരിഞ്ഞു. ആദർശശുദ്ധിയും സോഷ്യലിസ്റ്റ് ചിന്താഗതിയും വീക്ഷണവുമുള്ള ഒരു യുവജന തലമുറയെ വാർത്തെടുക്കുന്നതിനും അവരെ കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ ഒരു തിരുത്തൽ ശക്തിയായി മാറ്റുവാനും അദ്ദേഹത്തിൻ്റെ പങ്ക് വലുതാണ്. ജോണെ, നിനക്ക് രാഷ്ട്രീയം ചേരത്തില്ല, കാരണം നിനക്ക് കള്ളത്തരം അറിയുകയില്ല എന്നാണ് അന്ന് CMS കോളേജിൽ വിദ്യാർത്ഥിയായിരിക്കെ അദ്ദേഹത്തിൻ്റെ പ്രൊഫസറായിരുന്ന PD ജോസഫ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത്. പിന്നീട് കേരള രാഷ്ട്രീയത്തിനോടൊപ്പം നടന്നു നീങ്ങിയപ്പോഴും ശ്രീ MA ജോൺ കള്ളത്തരം ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന്റെ ശത്രുക്കൾ പോലും പറഞ്ഞിട്ടില്ല. തന്റെ വിശ്വാസ സംഹിതങ്ങളെയും ഗാന്ധിയൻ ആദർശങ്ങളെയും മുറുകെ പിടിച്ച് അദ്ദേഹം മുമ്പോട്ട് പോയി. ആ ആദർശങ്ങളെ
നിന്ന് ഒരിക്കലും അദ്ദേഹം വ്യതിചലിച്ചിട്ടില്ല. നിൽക്കാതെ തന്റെ ആദർശങ്ങളെ മുറുകെ പിടിച്ച് നീങ്ങുമ്പോഴും അദ്ദേഹത്തിന്റെ കീശയുടെ കനം കുറഞ്ഞതല്ലാതെ ഒരിക്കലും കൂടിയിട്ടില്ല. പൊതുവേദികളിൽ അദ്ദേഹം തൂവെള്ള വസ്ത്രം ധരിച്ചാണ് പ്രത്യക്ഷപ്പെട്ടിരുന്നത്. അത് അദ്ദേഹത്തിന്റെ മനസ്സിന്റെ തെളിമ കൂടിയാണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. 1970-കളിൽ കേരളത്തിലെ പൊതുനിരത്തിലെ ചുമരുകളിൽ ഒരു മുദ്രാവാക്യം പ്രത്യക്ഷപ്പെടുകയുണ്ടായി. ജോൺ, ശ്രീ M.A. ജോൺ നമ്മെ നയിക്കും എന്നായിരുന്നു ആ മുദ്രാവാക്യം. ആ മുദ്രാവാക്യം സൂചിപ്പിക്കുന്നത് ശ്രീ M.A. ജോൺ എന്ന വ്യക്തിത്വത്തിന്റെ രാഷ്ട്രീയത്തിലെ വലിപ്പമായിരുന്നു. പിന്നീട് ശ്രീ M.A. ജോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം താൻ വിശ്വസിച്ചിരുന്ന തന്റെ ആദർശങ്ങളെ എന്നും അദ്ദേഹം മുറുകെ പിടിച്ചാണ് മുമ്പോട്ട് പോയിട്ടുള്ളത്. ആ മുദ്രാവാക്യം നമ്മളെ അനുസ്മരിപ്പിക്കുന്നത് ശ്രീ M.A. ജോൺ എന്ന വ്യക്തി അദ്ദേഹം ഒരിക്കലും താൻ വിശ്വസിച്ചിരുന്ന ആദർശങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടില്ല. ആ വ്യക്തിത്വത്തെ അദ്ദേഹം ഒരു വലിയ സ്ഥാനങ്ങളിൽ, ഭരണാധികാര സ്ഥാനങ്ങളിൽ, രാഷ്ട്രീയത്തിന്റെ കോൺഗ്രസ് പാർട്ടിയിലും ഉന്നത സ്ഥാനങ്ങളിൽ എത്താൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു എന്നാണ് ആ മുദ്രാവാക്യം നമ്മളെ മനസ്സിലാക്കി തരുന്നത്. എങ്കിലും ശ്രീ M.A. ജോൺ അതൊന്നുമായി തീർന്നില്ല. പല വേദികളിലും അദ്ദേഹം സ്വയം പുറകോട്ട് പോവുകയോ ചിലപ്പോഴൊക്കെ തള്ളി മാറ്റപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. താൻ കൈപിടിച്ചു ഉയർത്തിക്കൊണ്ടുവന്ന പലരും തന്നേക്കാൾ മുമ്പേ കടന്നുപോയി. എങ്കിലും അദ്ദേഹം ഭരണാധികാര സ്ഥാനങ്ങളിൽ നിന്നും യാതൊരു മോഹവും കൂടാതെ അദ്ദേഹം കോൺഗ്രസ് പാർട്ടിക്ക് പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. രാഷ്ട്രീയം ഒരു സമ്പാദ്യമല്ല, രാഷ്ട്രീയം ഒരു സേവനമാണ്. അച്ചടക്കം അടിമത്തമല്ല, പാർട്ടി പൂജിക്കാനുള്ള വിഗ്രഹമല്ല, അത് ഉപയോഗിക്കാനുള്ള ആയുധമാണ് എന്നാണ് ശ്രീ M.A. ജോൺ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു അവസരത്തിൽ എനിക്ക് എൻ്റെ ഒരു സ്വന്തം ഒരു അനുഭവം, സ്ത്രീയായി പോയതിൽ പലപ്പോഴൊക്കെ പുറകിലേക്ക് മാറി നിൽക്കാൻ വന്നിട്ടുണ്ട്. എനിക്ക് തന്നെയല്ല, മറ്റു സ്ത്രീകൾക്കും ഇത് തന്നെയായിരിക്കും അനുഭവം. കാരണം ഇന്നും രാഷ്ട്രീയം പുരുഷന്റെ മേഖല തന്നെയാണ്. മറ്റു മേഖലകളിൽ സ്ത്രീകൾ വന്നിട്ടുണ്ടെങ്കിലും രാഷ്ട്രീയത്തിൽ ഇന്നും സ്ത്രീകൾ കടന്നു വരാൻ മടിക്കുന്നു. കാരണം ഇപ്പൊ നമ്മുടെ അസംബ്ലി, ലെജിസ്ലേറ്റീവ് അസംബ്ലി തന്നെ നോക്കുകയാണ്, നിയമസഭ തന്നെ നോക്കുകയാണെങ്കിൽ 140 MLA-മാരുള്ള അസംബ്ലിയിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഒരു സ്ത്രീ, ഒരു വനിത മാത്രമേ ഉള്ളൂ. അപ്പൊ എവിടെയൊക്കെയോ ഒരു പോരായ്മകളുണ്ട്. സ്ത്രീകൾക്ക് കടന്നു വരാനുള്ള അവസരങ്ങൾ, ആ അവസരങ്ങൾ സൃഷ്ടിക്കണം. അവസരങ്ങൾ സൃഷ്ടിച്ചാൽ മാത്രമേ സ്ത്രീക്ക് കടന്നു വരാൻ സാധിക്കുകയുള്ളൂ. പുതിയ KPCC പ്രസിഡന്റ് നേതൃത്വത്തിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അദ്ദേഹം സ്ത്രീകൾക്കും യുവജനങ്ങൾക്കും അവസരം നൽകുമെന്ന്. കഴിഞ്ഞ ആഴ്ച ഞാനിത് പറയണോ വേണ്ടയോ എന്ന് ആലോചിക്കുകയായിരുന്നു. പക്ഷെ KPCC പ്രസിഡന്റ് ഇരിക്കുന്ന ഒരു വേദിയിൽ ഞാൻ ഓർത്തിത് പങ്കിടാൻ തന്നെയാണ്. കഴിഞ്ഞ ആഴ്ച DCC ഓഫീസിൽ, എറണാകുളം DC ഓഫീസിൽ ഞാനൊരു ഇദ്ദേഹത്തിന്റെ സ്വീകരണ ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി. ആ ഒരു അവസരത്തിൽ ഒരു മുതിർന്ന നേതാവിനാണ്, അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറയുന്നില്ല, KPCC പ്രസിഡന്റ് എൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ അദ്ദേഹത്തിനോട് മറുപടി പറയുകയാണ്. അപ്പൊ പുറകെ നിന്ന് മാറ് 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 എന്ന അതേ ടോണായിരുന്നു പറഞ്ഞത്. എനിക്ക് ഒത്തിരി വിഷമം തോന്നി. കാരണം ഞാൻ ഒരിക്കലും ഒരു സ്ഥലത്തും ഇടിച്ചു കയറാറില്ല. പക്ഷേ ഒരു KPCC പ്രസിഡന്റ് അടുത്ത് ഞാൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മാറും മാറും മാറുമെന്ന് പറയുന്നത് ഒരു ഡിസ്റെസ്പെക്റ്റ് ആണ് ശരിക്കും പറഞ്ഞത്. പക്ഷെ ഞാനത് കാര്യമാക്കുന്നില്ല. കാരണം ഇങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകും. ഇതെല്ലാം തരണം ചെയ്ത് വന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തികൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ശ്രീ M.A. ജോണിനെ കുറിച്ച്